ഇപ്പോൾ BJP നേതാവ് ശ്രീ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വിഭാഗങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സമ്മേളനങ്ങൾ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെയും അതേപോലെ ടെക്നോക്രാറ്റുകളുടെയും എല്ലാം വലിയൊരു കോൺക്ലേവ്, യൂത്ത് കോൺക്ലേവ് കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ അത്തരം വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള യൂത്ത് കോൺക്ലേവുകൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിരുന്ന കേരളം കുടുംബ സ്ത്രീകൾ, സംരംഭകരായിട്ടുള്ള സ്ത്രീകൾമാർ, അംഗൻവാടി ടീച്ചർമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ഇവർക്കെല്ലാം വലിയ തോതിലുള്ള അവഗണനയും കൊള്ളയുമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കുന്നത്. കുടുംബശ്രീ പൂർണ്ണമായിട്ടും CPMന്റെ ഒരു രാഷ്ട്രീയ ചട്ടുകമായി മാറ്റാനുള്ള നീചമായ പരിശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. കുടുംബശ്രീയെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി മാറ്റിയതിനെതിരായി, തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനത്തിനെതിരായി, തൊഴിലുറപ്പ് തൊഴിലാളികളെ കള്ളപ്രചരണത്തിലൂടെ പാർട്ടിയുടെ ഉപകരണങ്ങളാക്കി മാറ്റുന്ന ഒരു സമീപനം തുടർച്ചയായിട്ട് കേരളത്തിൽ നടന്നു. ഈ മേഖലയിലേക്ക് കൈവയ്ക്കാൻ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDF തയ്യാറാവുന്നേയില്ല. CPMന് ചട്ടുകമായി തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ അംഗങ്ങളെയും ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയുമെല്ലാം ദുരുപയോഗം ചെയ്യുന്ന തെറ്റായ പ്രവണത ദശകങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബശ്രീയിലെ, തൊഴിലുറപ്പ് പദ്ധതിയിലെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള, അതുപോലെ ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സ്ത്രീ ശാക്തീകരണ സമ്മേളനം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെ കണക്ക് നോക്കിയാൽ വലിയ തോതിൽ നമ്മുടെ പൂർവ്വ സൈനികരായിട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. അവരുടെ കാര്യത്തിന് യാതൊരു സഹായവും ചെയ്തു കൊടുക്കുന്ന സമീപനമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. 1 റാങ്ക് 1 പെൻഷൻ, അതുപോലെ പട്ടാളക്കാരെയും കുടുംബങ്ങൾക്കും വലിയ തോതിലുള്ള ആദരവ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം സൈനികരെയും കുടുംബങ്ങളെയും വലിയ തോതിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥിതികളിൽ കാര്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും അവരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ വരുമാനവും അന്തസ്സും വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷേ കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ജീവിക്കുന്നതായി പോലും കണക്കാക്കുന്നതേ. അതുകൊണ്ട് ഞങ്ങൾ പൂർവ്വ സൈനികരുടെ വലിയൊരു കുടുംബ സംഗമം, 10,000-കണക്കിന് പൂർവ്വ സൈനികരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മേളയ്ക്ക് ഞങ്ങൾ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണത്തിന് വേണ്ടി ഞങ്ങൾ വലിയ പദയാത്രകൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു മോദി ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആരംഭിച്ച ജനക്ഷേമ പദ്ധതികളുടെ പ്രചാരണത്തിന് വേണ്ടിയുള്ള സമ്പർക്കം മാർച്ച് 31 വരെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുവിപുലമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി കർമ്മ പദ്ധതികളും സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. NDAയുടെ നേതൃയോഗം വൈകാതെ അടുത്ത ആഴ്ച തന്നെ കൂടി മറ്റ് ബഹുജന പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യവും തീരുമാനമെടുക്കും. ഇതാണ് ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതേപോലെ G20 സമ്മേളനം, അതിന്റെ അധ്യക്ഷ പദവി ഭാരതത്തിന് ലഭിച്ചതോടുകൂടി രാജ്യത്തെ 55 നഗരങ്ങളിൽ G20യുടെ വിവിധ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം കൊച്ചിയിലും വിപുലമായിട്ടുള്ള G20യുടെ 2 സമ്മേളനങ്ങൾ നടക്കുകയാണ്. ആ G20 സമ്മേളനത്തോടനുബന്ധിച്ച്
വിവിധ ചർച്ചകളും സെമിനാറുകളും ഈ കാര്യത്തിൽ സംഘടിപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രചാരണത്തിനും പ്രക്ഷോഭത്തിനും എല്ലാവരുടെയും സഹായവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് കൂടാതെ മറ്റൊരു സുപ്രധാനമായ കാര്യം, നമ്മുടെ രാജ്യസഭാംഗവും ഭാരതത്തിന്റെ അഭിമാനവുമായിട്ടുള്ള ശ്രീമതി PT ഉഷയുടെ ലോകോത്തരമായിട്ടുള്ള ഒരു സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ PT ഉഷ സ്കൂൾ എന്നുള്ള പേരിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ വലിയ തോതിൽ അവരുടെ സ്പോർട്സ് രംഗത്തുള്ള സംഭാവനകൾ, കായിക രംഗത്തുള്ള സംഭാവനകൾ അത് വളർത്തി ലോകത്തിനു മുമ്പിൽ ഒരു വലിയ കായിക ശക്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉദാത്തമായ ഒരു സ്ഥാപനത്തിനെതിരായി വളരെ നീചമായിട്ടുള്ള പ്രതികാര നടപടികളാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. PT ഉഷ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തപ്പോൾ തന്നെ PT ഉഷയ്ക്കെതിരായിട്ടുള്ള വലിയ വിദ്വേഷ പ്രചരണമാണ് CPM നടത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടാവും. ശ്രീമതി PT ഉഷയെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത ഉടനെ എളമരം കരീം ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള CPM നേതാക്കൾ അവർക്കെതിരായിട്ട് വളരെ നീചമായിട്ടുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തിയത് മാധ്യമങ്ങളിലെല്ലാം വളരെ സജീവമായിട്ടുള്ള ചർച്ചയായി മാറിയ സംഭവങ്ങളായിരുന്നു. അതിനുശേഷം എല്ലാ നിലയ്ക്കും അവരെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് CPM എടുക്കുന്നത്. ഇപ്പോ അവരുടെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. CPM അത് പ്രതിഷേധാർഹമാണ്, നിന്ദ്യമാണ്. ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുകയാണ്. PT ഉഷയുടെയും അവരുടെ സ്ഥാപനത്തെയും തകർക്കാനുള്ള BJP